നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാലക്കാട്ടെ പ്രമുഖ CPIM BJP നേതാക്കളെ പാർട്ടിയിലെത്തിക്കാൻ നീക്കങ്ങളുമായി കോൺഗ്രസ്. CPM നേതാവ് PK ശശിയെയും BJP നേതാവ് പ്രമീള ശശിധരനെയും പാർട്ടിയിലെത്തിക്കാനാണ് ശ്രമം. KTDC ചെയർമാൻ സ്ഥാനം PK ശശി ഉടൻ രാജിവെച്ചേക്കും. അതിനിടെ UDF പിന്തുണയോടെ പുതിയ പാർട്ടി രൂപീകരിക്കാനും CPM വിമതർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട്ടെ 12 നിയമസഭാ സീറ്റുകളിൽ 7 എണ്ണത്തിലെങ്കിലും വിജയിക്കണം. ഇതിന് പാർട്ടി നേതാക്കൾക്കപ്പുറം സ്ഥാനാർത്ഥികളായി ജനസമ്മതിയുള്ള മറ്റു പ്രമുഖരെ രംഗത്തിറക്കണം. ഈ ലക്ഷ്യവുമായി ഇറങ്ങിയ കോൺഗ്രസ് ഇപ്പോൾ CPIM-ൽ നിന്നും BJP-യിൽ നിന്നും അസംതൃപ്തരെ കണ്ടെത്തി പാർട്ടിയിലെത്തിക്കാനുള്ള തിരക്കിലാണ്. VS അച്യുതാനന്ദന്റെ വിശ്വസ്തൻ A സുരേഷുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ CPIM-ൽ നിന്ന് PK ശശിയെയും BJP-യിൽ നിന്ന് പ്രമീള ശശിധരനെയും കോൺഗ്രസിലെത്തിക്കാനാണ് പുതിയ നീക്കം. VK ശ്രീകണ്ഠൻ MPയെ ഉൾപ്പെടെ ഇതിനായി കോൺഗ്രസ് കളത്തിലിറക്കിയിട്ടുണ്ട്. PK ശശി എന്ന് മാത്രമല്ല, അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ആ പാർട്ടി വിട്ടു വരികയാണെങ്കിൽ പൊതുരംഗത്ത് പ്രവർത്തനം പാരമ്പര്യമുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ പരിഗണിക്കും. അതിനിടെ പാലക്കാട്ടെ CPIM-ലെ വിമതർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പുതിയ പാർട്ടി രൂപീകരിക്കാനും നീക്കം നടത്തുന്നു. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിച്ച് കോൺഗ്രസ് പിന്തുണയോടെ ജനവിധി തേടാനാണ് പദ്ധതി. എന്നാൽ ഏത് മുന്നണി വന്നാലും നേരിടുമെന്നാണ് CPIM-ന്റെ നിലപാട്. PK ശശി UDF സ്ഥാനാർത്ഥിയാകുമെന്നത് സാങ്കല്പികം മാത്രമെന്നും VD സതീശന്റെ വിസ്മയം കളവാണെന്നുമാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. റിപ്പോർട്ടർ, പാലക്കാട്.